ചൈനയിലെ പടിഞ്ഞാറൻ സിഷൽ പ്രവിശ്യയിലാണ് ഹിമാലയൻ ടവറുകൾ എന്നറിയപ്പെടുന്ന ഈ ഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കല്ലിൽ നിർമ്മിച്ച ഇവയ്ക്ക് സ്റ്റോൺ സ്റ്റാർ ഷേപ്ഡ് ടവറുകൾ എന്ന് പേരുണ്ട്. മധ്യ ചൈനയ്ക്കും ടിബറ്റൻ സ്വയംഭരണ പ്രദേശമായ ഗാമിനും ഇടയിലാണ് 200 അടി വരെ ഉയരത്തിലുള്ള നൂറുകണക്കിന് ശിലാഗോപുരങ്ങളുള്ളത്. ഹിമാലയത്തിന്റെ താഴ്വരകളിലും ഇവ കാണാം. ഗ്രാമങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കൂട്ടമായാണ് ഗോപുരങ്ങൾ കാണപ്പെടുന്നത്. ഉപയോഗശൂന്യമായ ഇവയിൽ ചിലത് ഗ്രാമവാസികൾ യാക്കുകളെയും പോണികളെയും വളർത്താനുള്ള തൊഴുത്തുകളായി ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ളവയാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അവയ്ക്കുള്ളിലെ തടിയിൽ നിർമ്മിച്ച പടവുകളെല്ലാം നാശമായി. മേൽക്കൂരയും തകർന്ന നിലയിലാണ്. നൂറ്റാണ്ടുകളായി ഗോപുരങ്ങൾ ഇതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും അവയുടെ ഉത്ഭവത്തെക്കുറിച്ചോ നിർമ്മിക്കപ്പെട്ടതിന് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ചോ പ്രദേശവാസികൾക്ക് പോലും അറിവില്ല. 1998 ഹിമപ്പുലികളെക്കുറിച്ച് ഗവേഷണം നടത്താൻ ടിബറ്റിലേക്ക് പോയ ഫ്രഞ്ച് പര്യവേക്ഷകയായ ഫെഡറിക് ഡാരഗനാണ് ടവറുകൾ ആദ്യമായി പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ടവറുകളെക്കുറിച്ച് മനസ്സിലാക്കിയതോടെ ഹിമപ്പുലി ഗവേഷണം നിർത്തിവെച്ച് 5 വർഷങ്ങൾ അവർ ടവറുകളുടെ ചരിത്രം പഠിക്കാനായി ചെലവഴിച്ചു. ടവറുകൾക്ക് സമീപത്ത് താമസിക്കുന്ന പഴയ തലമുറക്കാർക്ക് പോലും ഇവയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതായിരുന്നു വസ്തുത.